അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാദമാണ് അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്നുള്ള വാദം. എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അടുത്ത കാലത്ത് പറയുകയുണ്ടായി, അങ്ങനെ ആർക്കും തന്നെ ഒരു കഴിവും കൊടുത്തിട്ടില്ല. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗം ശമിപ്പിക്കേണ്ടവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ രോഗം ശമിപ്പിക്കുവാനുള്ള കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന്. എന്നാൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പലപ്പോഴും പറയാറുള്ളത്, ചിത്തരിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കൽ പോകുമ്പോൾ ഇല്ലെങ്കിൽ ബായാറ തങ്ങളൊക്കെ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ രോഗം നിൽക്കുന്നു, രോഗം ഇല്ലാതാകുന്നു എന്ന് തന്നെയാണ്. അതിന്റെ ബർക്കത്താ തങ്ങൾ പറയുന്നത്. മാറി എന്ന് പറയുമ്പോ മാറുന്നു. മടവൂർ സിയം വലിയുള്ള പറഞ്ഞ എന്താ? രോഗിയായിട്ട് ചെന്ന അത് വേണ്ട, അല്ലാതെ അല്ലാഹു മശ്ഫീ എന്നല്ല പറയല്. അത് വേണ്ട, അത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു, വേണ്ട. എന്നാൽ അതിന് തീർത്തും വിരുദ്ധമായ ഒരു വാദമാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാന്മാർക്ക് അങ്ങനെ കഴിവ് കൊടുത്തു എന്നുള്ള വാദം അത് കള്ളത്തരീക്കത്തുകാരുടെ വാദമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മുഅ്തസിലത്തിന്റെ ആശയം, ഖദരിയത്തിന്റെ ആശയം അങ്ങനെയല്ല. പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട്, ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സൃഷ്ടികൾ എന്നാണ് ബിദ്അത്തുകാരുടെ ആശയം. എന്നാൽ ആ ബിദ്അത്തുകാരുടെ ആശയം കോപ്പിയടിച്ച കള്ളത്തരീഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും, അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലേ? എന്ത് കൊടുത്ത കഴിവ്? അങ്ങനെ ഒരു കഴിവില്ല. അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം. അള്ളാഹു കൊടുക്കുന്ന കഴിവ്, അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല. അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല, കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുതിയ ഒരു വാദം. എന്നാൽ ഈ പറയുന്ന വാദം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ കൂട്ടത്തിൽ തന്നെ പെട്ട അലവി സക്കാഫി പറയുന്നുണ്ട്. എന്താണ്? കൊടുത്ത കഴിവ്, അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത അദൃശ്യ ജ്ഞാനത്തെ അറിയൂല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായും നിരുപാധികമായും അള്ളാഹു അല്ലാതെ അറിയില്ല. പിന്നെയോ അള്ളാഹു അറിയിച്ചു കൊടുത്തവരും അള്ളാഹു കഴിവ് കൊടുത്തവരുമായ ആളുകൾക്ക് അദൃശ്യമറിയാൻ കഴിയും, അവർക്ക് അദൃശ്യം അറിയും. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്, അദൃശ്യം അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കഴിയും എന്നാണ് ഇവിടെ അലവി സക്കാഫി പറഞ്ഞത്. ഇനിയും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയുന്നുണ്ട് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്, അല്ലാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അബ്ദുറഹ്മാൻ സഖാഫി വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, രോഗം ശമിപ്പിക്കുന്നവൻ, ശിഫ നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതല്ലാതെ ഒരു മഹ്ലൂക്കിനും രോഗം ശമിപ്പിക്കാൻ വേണ്ടി, ശിഫ നൽകുവാൻ വേണ്ടി കഴിയില്ല എന്ന്. എന്നാൽ സമസ്തയുടെ വാദപ്രകാരം അങ്ങനെയാണ്. സമസ്തയുടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്? നമുക്ക് UK മജീദ് മുസ്ലിയാരിൽ നിന്ന് കേൾക്കാം. ഒറ്റൊന്ന് ചോദിച്ചാൽ മതി. ശൈഖുനാന്റെ അടുത്ത് ചെന്നിട്ട്, ഉപ്പാന്റെ അടുത്ത് ചെന്നിട്ട്, മമ്പർത്തി ചെന്നിട്ട്, അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത് ഒരു മഹാന്മാരാണ്. ഓർക്ക് പലരും തരാൻ കഴിയും. ഓലത്തെ ആത്മീയതാണ്. യൂസഫ് അലി രത്ത് നിങ്ങൾ 10 ലക്ഷം ചോദിച്ചു, അല്ലെ 25 ചോദിച്ചു, 50 കോടി ചോദിച്ചോളൂ, അയാൾക്ക് തരാൻ കഴിയും. അയാൾക്ക് അന്നൽക്ക് വളരാൻ പഠിച്ചോ കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ്. ഇവരങ്ങനല്ല. ഇവർ ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോമ്പോട്ടിട്ടും നിസ്കരിച്ചിട്ടും ഉമ്മന്റെ എത്തുന്നില്ല, അപ്പന്റെ എത്തുമ്പോഴില്ല, മക്കളെ പെങ്ങന്മാരെത്തുമ്പോഴില്ല, ഇബാദത്തെടുത്ത് അതിൽ ലയിച്ച് ഉടമ ഉണ്ടെങ്കിൽ ഞാൻ ഓന്റെ അടിമയാണെന്ന ബോധത്തോടുകൂടി നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി കർമ്മം ചെയ്ത് പവർ നേടിയ മഹാന്മാരാ ഇത്. ഇവര് വലിയ പണക്കാരാണ്, ഇവര് വലിയ മുതലാളിമാരാണ്. ദുന്യാവും ആഖിറവും ആർക്കും എത്ര വേണമെങ്കിലും കൊടുക്കാൻ ലാ ഹദ്ദാനല്ലേ പറഞ്ഞല്ലേ? അങ്ങനല്ലേ പറഞ്ഞു? ലാ ഹദ്ദ. മഹാന്മാരുടെ അവരുടെ സഹായത്തിന്, അവരുടെ മദതിന് ലാ ഹദ്ദ, പരിധിയില്ല. യൂസുഫ് അലിക്കും പരിധി ഉണ്ടാവും. കുറെ ആളൊക്കെ ചെന്ന് മാങ്ങലോടിയാൽ അവസാന ആള് പറയും മക്കളെ തീർന്നു എന്ന് പറയുന്നു. എന്നാൽ ശൈഖുനായുടെ മദതിന് പരിധിയില്ല.
മമ്പർത്ത് തങ്ങൾക്ക് പരിധിയില്ല. സഹോദരങ്ങളെ, UK മജീദ് മുസ്ലിയാർ പറയുന്നത് അവരുടെ മതത്തിന് പരിധിയില്ല, അവർക്ക് യഥേഷ്ടം സഹായിക്കാൻ വേണ്ടി കഴിയും. അറ്റമില്ലാതെ കേൾക്കാനും കാണാനും അറിയാനും ഇടപെടാനും സഹായിക്കുവാനും ഒക്കെ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ CM സ്മരണികയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? CM അടൂരുമായി ബന്ധപ്പെട്ട് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്നൊരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുമുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ കഴിവുണ്ട് എന്നൊക്കെ തന്നെയാണ് മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്. സമസ്തക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞ വാദമാണോ അംഗീകരിക്കുക, അല്ല അലവി സക്കാഫി പറഞ്ഞ വാദമാണോ അംഗീകരിക്കുക? UK മജീദ് മുസ്ലിയാർ പറയുന്നത് അങ്ങനെ അവർ കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ്. അതാണോ നിങ്ങൾ അംഗീകരിക്കുക? നിങ്ങൾ ഏത് വാദമാണ് ഇനി അംഗീകരിക്കുക? ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്ത് പ്രയാസങ്ങളിലും അള്ളാഹു അല്ലാത്ത ഒരു മഹ്ലൂക്കിനോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല. എന്നാൽ സമസ്തക്കാർ ഈ വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നാണ്. അങ്ങനെ ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് പറയുന്ന ഇബിലീസുകളെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ പ്രവാചകൻ പഠിപ്പിച്ച പാതയിലേക്ക് നിങ്ങൾ വരാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.